എൻ്റെ ഒരു നോർമൽ വർക്കിംഗ് ഡേ ഒന്ന് ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടി വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല, എങ്കിലും കുറച്ചാൾ കഴിയുമ്പോൾ കാണാമല്ലോ അല്ലേ. വളരെ ലേറ്റ് ആയിട്ട് ഏറ്റോണ്ട് തന്നെ വോക്കിങ്ങോ എക്സസൈസോ ഒന്നുമില്ല. അതുകൊണ്ട് ആ പണികൾ തലേന്നുണ്ടെങ്കിൽ ആകെ പൊടിയായി കൊണ്ടിട്ട കാറ് ഓണേന് മുമ്പ് ഇറക്കിയിട്ട് വരാണെങ്കിൽ കഴുകാൻ സഹായിക്കാൻ നമിച്ചു വന്നു. അതുകൊണ്ട് അതൊന്ന് ഇറക്കിയിട്ട് കൊടുത്തു. മീൻ വയൽ നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. പൊതുവേ ഞാൻ ജേർണലിംഗ് ചെയ്യണതും തലേ നിൽക്കേണ്ടതായ കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാണ്ട് അത് പഠിക്കുന്നതും നല്ല പ്രസൻസ് ഓഫ് മൈൻഡ് ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യാണ്ട് അത് ചെയ്യണതും ഒക്കെ രാവിലെയാണ്. പലപ്പോഴും ഒരു ടു ഡു ലിസ്റ്റും ഉണ്ടാക്കാറുണ്ട്. എല്ലാം ഒന്നും നടക്കണമെന്നില്ല, എങ്കിലും എന്തൊക്കെ ചെയ്തു ചെയ്തില്ല എന്നറിയാലോ. എനിക്ക് പൊതുവെ ദിവസത്തിന്റെ തുടക്കം ഇത്ര സ്ലോ ആകുന്നതാണ് ഇഷ്ടം. കാര്യം ഇപ്പൊ ഇങ്ങനെ പതിയെ ഇരുന്നിട്ട് പോകുന്ന നേരം ആകുമ്പോഴത്തേക്കും ഭയങ്കര തിടുക്കപ്പെടലാണ് പതിവ്. എങ്കിലും ഈ ഒരു സമയത്തിന്റെ ഭംഗി സാക്രിഫൈസ് ചെയ്തിട്ട് ആ റഷ് ഒഴിവാക്കാൻ ഞാൻ ശ്രമിക്കാറില്ല. സമയം കുറച്ചായതുകൊണ്ട് വേഗം കാർ വാഷ് പരിപാടികൾ റാപ്പ് ചെയ്ത് അടുത്ത പണി നോക്കാം. ഇത് ഞാൻ ഒരു നോർമൽ ഡേ ചെയ്യുന്ന കാര്യമൊന്നുമല്ല കേട്ടോ. പൊതുവെ ഈ സമയം എല്ലാവരുമായിട്ട് വർത്താനം പറഞ്ഞിരിക്കലാണ് പതിവ്. ആൻഡ് ഇത് ഒരു സ്പെഷ്യൽ കേസാണ്. വെയിലൊന്ന് ശരിക്കും തല കാണിച്ചാൽ പിന്നെ അച്ഛന്റെ വാക്കിംഗ് സെഷനാണ്. ഒരു ദിവസം 2-3 വട്ടം വരെ ഇത് ഉണ്ടാവാറുണ്ട്, പ്രത്യേകിച്ച് ഈ വാക്കിംഗ് സ്റ്റിക്ക് വന്നതിന്. നമുക്കിനി അധികം നേരം കഥ പറഞ്ഞിരിക്കാൻ സമയമില്ല. ഇറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം. നോർമലി പുട്ടും ദോശയൊക്കെയാണ് കഴിക്കാറ്. പക്ഷെ ഈയിടെ ആയിട്ട് എൻ്റെ കൊളീഗ്സിന്റെ ഹെൽത്തി ഡയറ്റ് ഡിസ്കഷൻ കേട്ട് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഈസി ഹെൽത്തി റെസിപ്പീസ് പരീക്ഷണം. ആൻഡ് ഇന്ന് ഓട്സ് ചിയ പുഡിംഗ് ആണ് നമ്മുടെ കാൻഡിഡേറ്റ്. കുറച്ച് മഴയൊക്കെ കണ്ട് കഴിക്കാന്ന് വിചാരിച്ച് വന്നിരിക്കുമ്പോൾ താണ്ട് അച്ഛയുടെ ഫ്രണ്ട് കുറച്ച് റംബൂട്ടാൻ കൊണ്ടു തന്നു. ഇനി രാവിലെ തന്നെ അത് കഴിക്കാൻ നിൽക്കുന്നില്ല, വേഗം റെഡിയായി പോകണം, സമയം കുറച്ചായി. ഓക്കെ, റെഡി. ഇനി ഓഫീസിലെത്തിയിട്ട് കാണാം. കാര്യം എനിക്ക് പോകുന്ന ബ്യൂട്ടിഫുൾ വഴിയും അത് കഴിഞ്ഞിട്ടുള്ള ട്രാഫിക്കും ഇൻഫോ പാർക്കും ഒക്കെ കാണിക്കണമെന്നുണ്ട്. പക്ഷെ എങ്ങനെ എടുക്കാനാ? ഒന്നാമത്തെ കാര്യം വീഡിയോ പിടിക്കുന്നതിൽ ഞാൻ അത്ര മെടിക്കുകയല്ല, പിന്നെ പോകുന്നത് 2 വീലറിനൂടെ ആണല്ലോ. സോ ലെറ്റ്സ് സീ ദെൻ. ഓക്കെ, നമ്മളിവിടെ എത്തി. ഇവിടെ വരുമ്പോഴത്തേക്ക് ആകെ അലമ്പായിട്ടുണ്ടാവും, ട്രാഫിക്കില് വെയിലൊക്കെ കൊണ്ട് വേർത്ത്. എങ്കിലും എനിക്ക് ഓഫീസിൽ വരുന്നതാണ് ഇഷ്ടം. അത് ഈ കമ്പനി ആണെങ്കിലും പ്രീവിയസ് കമ്പനി ആണെങ്കിലും ഒക്കെ. കാരണം വീട്ടിലിരിക്കുമ്പോൾ നമ്മളാകെ ഭയങ്കര ചടഞ്ഞു കൂടിയിട്ടായിരിക്കും ഇരിക്കുക. പക്ഷെ ഓഫീസിൽ വരുമ്പോൾ കുറച്ചുകൂടി എനർജറ്റിക് ആൻഡ് പ്രൊഡക്റ്റീവ് ആയിരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നത്. മാത്രമല്ല എനിക്ക് ഇൻഫോപാർക്ക് ക്യാമ്പസും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വണ്ടിക്ക് വന്ന് പോകുന്നതുകൊണ്ട് തന്നെ അതിൽ അത്രയും ഇറങ്ങി നടക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റാറില്ല എന്ന് മാത്രം. ഇനി നമുക്ക് ഉച്ചയ്ക്ക് കാണാം. ഓഫീസിനുള്ളിൽ അധികം വീഡിയോസ് എടുക്കാൻ പറ്റുമോന്ന് അറിയില്ല. മാത്രമല്ല നമുക്ക് പണിയെടുക്കണ്ടേ. സോ സീ യു. ലഞ്ച് ടൈം. നോർമലി ഒരു 12 to 1 ആണ് നമ്മൾ ലഞ്ചിന് പോവാ. ഞാൻ ഇന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവരാറാണ് പതിവ്. ഇന്ന് പുറത്തുനിന്ന് കഴിക്കാന്ന് വിചാരിച്ചു. നമ്മുടെ ബിൽഡിങ്ങിലുള്ളത് പാരകളാണ്. സോ ലുലു സൈബർ ടവറിൽ കുറേ കൂടി ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് അവിടെ പോവാം. ഇതിലൊന്നും ഞാൻ അധികം വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ. കാരണം പബ്ലിക് സ്പേസിൽ പ്രത്യേകിച്ചും ഓഫീസ് പ്രമസസിലൊക്കെ വീഡിയോ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഞാൻ അത്ര കംഫർട്ടബിൾ ആയിട്ടില്ല ഇതുവരെ. ഇത് റൈറ്റ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ വരെ വിട്ടുപോയി. ഞാൻ കാണിക്കാനും മാത്രം വെറൈറ്റി ആയിട്ടൊന്നും മേടിച്ചതും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് നേരം കാത്തിരുന്ന് കുറച്ച് ഫുഡ് കിട്ടിയപ്പോൾ അത് വീഡിയോ എടുക്കാൻ മെനക്കെട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. ലഞ്ച് ടൈം. ഉച്ച കഴിഞ്ഞിട്ടാണ് കൂടുതലും മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വരിക. സോ അത് കഴിഞ്ഞിട്ട് ഇനി ടീ ബ്രേക്കിന് കാണാം. ആക്ച്വലി ഓഫീസിൽ കോഫി മെഷീൻ ഉണ്ട്, പക്ഷെ നമ്മുടെ ഫേവറേറ്റ് ചായ ആണല്ലോ. സോ മിക്കപ്പോഴും പുറത്തുപോയി ചായ കുടിക്കലാണ് പതിവ്. ഒരു 3:30 കഴിയുമ്പോൾ തൊട്ട് മനസ്സിൽ ചായ കുടിക്കാനായിട്ട് ഇതായി. ടീംമേറ്റ്സ് തന്നെയാണ് ചായ മേറ്റ്സും, പക്ഷെ അവരുടെയും വീഡിയോ എടുക്കാൻ തോന്നുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കേട്ടോ ചായ കുടിക്കാൻ പോകുക. അതിപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും ഫ്രണ്ട്സിനൊപ്പം ആണെങ്കിലും ഓഫീസിൽ നിന്നാണെങ്കിലും ഒക്കെ. മേ ബി വളരെ സിമ്പിളായിട്ട് ആളുകളെ കൂടുതൽ കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. എനിക്കറിയില്ല, ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ആളുകളൊക്കെ ഉണ്ടാവാം. എനിവേസ്, ഇതാണ് നമ്മുടെ ചായ സ്പോട്ട്. ഈ ഒരു ടൈമിൽ നല്ല തിരക്കുമായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞു ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യാൻ ഭയങ്കര എനർജിയും താല്പര്യമായിരിക്കും. സോ സീ യു. ഇറ്റ്സ് ഓൾറെഡി ടൈം. വർക്ക് ലൈഫ് ബാലൻസിന് കീൻ എംഫസൈസ് കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഇപ്പോഴത്തെ. അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിൽ വരിക പോവുക ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലെറ്റ്സ് ഗോ. നോക്കാരൊക്കെയാ നോക്കിയിരിക്കണേന്ന്. എന്നെ ഹോം സിക്ക് ആക്കുന്നതിൽ മേജർ ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്.
കോവിഡ് ടൈമും അതിന് മുമ്പുണ്ടായിരുന്ന ഹോസ്റ്റൽ ലൈഫും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഓക്കെ ഈ ഫാമിലി മൊമെന്റ്സ് ഒക്കെ എത്ര പ്രഷ്യസ് ആണെന്നും അത് എത്ര ലക്ഷറി ആണെന്നും ഞാൻ റിയലൈസ് ചെയ്തത്. ഈ ഒരു പ്രായത്തിൽ പ്രത്യേകിച്ച് പലർക്കും കിട്ടാതെ പോകുന്ന ഒരു പ്രിവിലേജ് ആണല്ലോ. സോ ഐ ഡോണ്ട് വാണ്ട് ടു ലൂസ് ഇറ്റ്. ആൻഡ് ദാറ്റ്സ് ദ ഒൺലി റീസൺ ഞാൻ ജോബ് നോക്കുമ്പോൾ ലൊക്കേഷൻ പ്രിഫറൻസിൽ കൊച്ചി മാത്രം ചൂസ് ചെയ്യും. ഇത് കാണുമ്പോൾ ഞാൻ സോയിനെ പാമ്പർ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തെറ്റി. അതിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വഴികളിലൊന്നാണിത്. നമ്മൾ അധികം എടുക്കുന്ന ഒന്നും ആൾക്ക് തീരെ ഇഷ്ടമല്ല. കണ്ട ഞാൻ എടുത്തു കഴിയുമ്പോൾ കാണിക്കണേ, ഓ എടുത്ത് അശുദ്ധാക്കി എന്നാണ് അത് പറയണത്. ഒന്ന് വേഗം റെസ്റ്റ് എടുത്തിട്ടാവാം ബാക്കി. കുറേ കാര്യങ്ങൾ നമുക്കിന്ന് ചെയ്തു തീർക്കാണ്ടേ. ഒരു പ്രൊഡക്റ്റീവ് വീക്കായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. യൂട്യൂബ് വീഡിയോസിനുള്ള സ്ക്രിപ്റ്റ് എഴുതും. അതുപോലെ ഞാൻ ഒരു ഫോട്ടോ ബുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ചെറിയ ചെറിയ പണികളൊക്കെയാണ് ഈ ടൈമിൽ നോർമലി ചെയ്യാറ്. 2 തവണ ഡിന്നർ കഴിക്കുന്നതല്ല, അച്ഛൻ വരുമ്പോൾ അവർക്ക് ഒരു കമ്പനിക്ക് വേണ്ടി ഫുഡ് കഴിക്കുന്നോടത്തിരിക്കുന്നതാണ്. അതിന്റെ കൂടെ ടെംപ്റ്റ് ചെയ്യുന്ന കറികളൂടെ ടേസ്റ്റ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ഒരു നേരമെങ്കിലും ഒരുമിച്ച് ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ആ ഒരു ഡിന്നർ ടേബിൾ കോൺവെർസേഷൻ ഉണ്ടാവുക എന്നുള്ളത് ആള് ഭയങ്കര ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫാമിലി ബോണ്ടിങ് അത് വളരെ നല്ലതാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അത് കഴിഞ്ഞ് പെട്ടെന്ന് നെക്സ്റ്റ് ഡേ ഇടാനുള്ള യൂട്യൂബ് വീഡിയോയ്ക്ക് വോയിസ് ഓവറോടെ കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ ദിവസം റാപ്പ് ചെയ്യണം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദി ഡേ. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ടു വാക്ക് വിത്ത് ദിവ്യ. താങ്ക് യു. ബൈ.